കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 400-ൽ പരം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. മൂന്ന് പതിറ്റാണ്ടോളമായി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കാറുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവവുമായി ബന്ധപ്പെട്ട ചിത്രരചനാ മത്സരമാണ് ഈ നടക്കുന്നത്. ഈ ഓഗസ്റ്റ് 22-ാം തീയതി ഗണേശ പുരാണ പാരായണ യജ്ഞത്തോടുകൂടി തുടങ്ങി ഓഗസ്റ്റ് 27-ാം തീയതി വൈകുന്നേരത്തോടെ ഭഗവാന്റെ എഴുന്നള്ളത്തോടുകൂടി ഈ മഹോത്സവം സമാപിക്കും. ഗണപതിയുടെ വേറിട്ട ഭാവങ്ങളായിരുന്നു വിഷയം. പെൻസിൽ വരയിലൂടെ LP വിഭാഗം സ്വന്തം ഭാവനയിലുള്ള ഗണപതിക്ക് രൂപം നൽകിയപ്പോൾ പീഠത്തിലിരിക്കുന്ന ഗണപതിയെ UP വിഭാഗം വരച്ചു. താമരയിലിരിക്കുന്ന ഗണപതിക്ക് ഹൈസ്കൂൾ വിഭാഗം ജലഛായത്തിലൂടെ ജീവൻ പകർന്നപ്പോൾ ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗം വാദ്യമേളങ്ങളോടുകൂടി നൃത്തം ചെയ്യുന്ന ഗണപതിയെ വരച്ചു. ഓരോ ചിത്രവും ഒന്നിനൊന്നു മെച്ചം. ചാത്തന്നൂർ ലോർഡ് കൃഷ്ണ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥി ദേവനാരായണൻ LP വിഭാഗത്തിലും ചെറുപുഷ്പ സെൻട്രൽ സ്കൂളിലെ അതിഥിദേവി UP വിഭാഗത്തിലും കൊട്ടാരക്കര ഗവൺമെന്റ് HSSലെ അദ്വൈത് AR HS വിഭാഗത്തിലും പട്ടത്താനം വിമല ഹൃദയ സ്കൂളിലെ അനന്യ സുഭാഷ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 1ാം സ്ഥാനം നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ബുധനാഴ്ച വിനായക ചതുർത്ഥി ദിനത്തിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.